തപസ്യാ ഫലിതാ ഭൂയാത് അവശ്യം ബ്രഹ്മചാരിണഃ വരിവസ്യാ പ്രസന്നാചേത് പിതൃമാതൃഗുരുത്രയീ. പിതൃ മാതൃ ഗുരുത്രയി, പിതാവും മാതാവും ഗുരുവും, ഇവർ മൂന്നും ചേർന്ന് ഗുരുത്രയി. പിതാവ് ഗുരു, മാതാവ് ഗുരു, ആചാര്യൻ ഗുരു, ഒരു ഗുരുത്രയി എന്നാ പറയാം. ഇവർ മൂന്നും പ്രസന്നാചേത്, പ്രസന്നരായിട്ട് തീർന്നാൽ, സന്തുഷ്ടന്മാരായാൽ, ബ്രഹ്മചാരിണഃ, ബ്രഹ്മചാരിയുടെ തപസ്യ, തപസ്സും, വരിവസ്യ, പൂജ, തപസ്സും പൂജയും, ഗുരുപൂജയും അവശ്യം നിശ്ചയമായും ഫലിതാഭൂയാത്, ഫലവത്തായിട്ട് തീരും. ഒരു ബ്രഹ്മചാരിയുടെ തപസ്, അർപ്പണം, ശരണാഗതി, ഇതൊക്കെ പൂർത്തിയിലെത്തുന്നത് എങ്ങനെയാണെന്ന് പറയാണ്. നാം വിചാരിക്കും നമ്മളുടെ ബുദ്ധി കൊണ്ടല്ലേ പഠിക്കുന്നത്, അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ സേവ കൊണ്ടും വിനയം കൊണ്ടും നന്മ കൊണ്ടുമാണ്. നിങ്ങൾ മനസ്സിലാക്കിയത് മാതാവിനും പിതാവിനും ഗുരുവിനും ഒരുപോലെ ബോധ്യപ്പെടണം. അറിവ് ആർജിച്ചിട്ട് ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവരുടെ ചേതസ്സിൽ പ്രസന്നത ഉണ്ടാകില്ല. അവർ പ്രസന്നമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് തെളിച്ചമുണ്ടാകും. അവർ പ്രസന്നരായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാരമെല്ലാം പോയി. പിന്നെ അവരെ പ്രസന്നമാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഗുരുവിനെ, മാതാവിനെ, പിതാവിനെ, അവരാണ് യഥാർത്ഥത്തിൽ ഗുരുത്രയി. യഥാർത്ഥത്തിൽ മൂന്ന് പേരും നല്ലവണ്ണം. പക്ഷെ നമ്മൾ എത്ര മാത്രം ധാർഷ്ട്യമുള്ളവരാണ് ചിലപ്പോഴൊക്കെ. എത്രമാത്രം വിനയം ആവശ്യമുണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ അച്ഛൻ വളർത്തി, അമ്മ വളർത്തി എന്നതുകൊണ്ട് നമ്മൾ അവരെ അവഗണിക്കും. ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയും. എന്തിനാണ് എന്നെ പ്രസവിച്ചത് എന്ന് അമ്മയോട് ചോദിക്കും. അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നു, അതിന് അമ്മ ഒരു ഉപകരണമായി, അച്ഛൻ ഒരു ഉപകരണമായി. അവർ നമ്മളെ വളർത്തി. അവർ ഇത് ചെയ്യേണ്ടവരാണ് എന്ന് നമ്മൾ അവരോട് പറയരുത്. നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അതാണ് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അവർ ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ കൺസേൺ ആകാനേ പാടില്ല. അവർ നമ്മളോട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രഥമഗണനീയം. പലപ്പോഴും ലോകത്തിൽ അതൊന്നും കാണാറില്ല. ലോകം എപ്പോഴും ഒരു ഷാഠ്യത്തിലാണ് പോകുന്നത്, വലിയ ഷാഠ്യം. ഒരിക്കലൊരു മകൻ, ചെറുപ്പക്കാരനായ ഒരു മകൻ തൻ്റെ അച്ഛനെയും കൊണ്ട് അച്ഛനെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം, റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം. ചെറുപ്പക്കാരനായ മകൻ, അദ്ദേഹത്തിന് നല്ല തൊഴിൽ കിട്ടി, നല്ല ശമ്പളമുണ്ട്, പക്ഷെ സമയമില്ല അദ്ദേഹത്തിന്. അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത്, അച്ഛനെ കൊണ്ടുപോകാൻ ആരാ ഉള്ളത്? ഞാൻ മാത്രമല്ലേ ഉള്ളൂ അച്ഛനെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനായിട്ട്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല, വസ്തുക്കളൊക്കെ എടുക്കുമ്പോൾ കൈകളൊക്കെ വിറച്ചു തുടങ്ങി. അപ്പം അച്ഛന് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്ന് കരുതിയിട്ട് അച്ഛനെയും വിളിച്ച് കാറും എടുത്ത് മകൻ നഗരത്തിലെ നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് അച്ഛന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുത്തു. അച്ഛൻ വായിലേക്ക് വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ പലതും വസ്ത്രത്തിലൊക്കെ വീണ് മലിനമായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ മകൻ ഇതൊക്കെ തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കി അച്ഛന് വീണ്ടും വീണ്ടും ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങനെ എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അവിടെ നഗരത്തിലെ ഏറ്റവും പ്രൗഢിയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. അവരെല്ലാം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകൻ അച്ഛൻ്റെ വായിൽ നിന്ന് വീഴുന്ന എച്ചിൽ തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കി ടവൽ കൊണ്ട്
അച്ഛന് വീണ്ടും ഭക്ഷണം കൊടുത്ത് അച്ഛൻ്റെ സംതൃപ്തി കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഈ മകനാകട്ടെ മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, അത്രമാത്രം അച്ഛന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഭക്ഷണം കഴിഞ്ഞ് അച്ഛനെ കൊണ്ടുപോയി കൈ കഴുകിച്ച് വന്ന് റെസ്റ്റോറൻറ്റിൽ ടിപ്പ് കൊടുത്ത് ഈ അച്ഛനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെച്ചേച്ച് പോയി എന്ന് പറഞ്ഞു. യു ലെഫ്റ്റ് ബിഹൈൻഡ് സംതിങ് ഫോർ അസ് എന്നാ പറഞ്ഞ്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് ഞാൻ വെച്ചു പോയത് ഇവിടെ, എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വൃദ്ധനായ അയാളൊരു വൃദ്ധനാണ്. അയാൾ പറഞ്ഞു, ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു സന്ദേശമാണ് നിങ്ങൾ കൊടുത്തതെന്ന് പറഞ്ഞു. അതെന്താണ് സന്ദേശം? ഒരു അച്ഛനെ ഒരു മകൻ എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന സന്ദേശമാണ് ഈ ഇരിക്കുന്ന എല്ലാവർക്കും താങ്കൾ അല്പനേരം കൊണ്ട് തന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോൾ ആ മകൻ എന്ന് പറയുന്നത് നമ്മളിലുള്ളിലൊക്കെ ഉള്ള ഒരു മകനാണ്. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ആചാര്യൻ, മാതാവ്, പിതാവ് ഇവരെയൊക്കെ ഭൂമിയോളം താഴ്ന്നിട്ട്, അതായത് നമ്മൾ എത്ര താഴാമോ അത്രയും താഴ്ന്നുകൊണ്ട് അവരെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിചരിക്കുകയും വേണം എന്നുള്ളത് വലിയ ഒരു തത്വം തന്നെയാണ് ഈ ലോകത്തിൽ. അവിടെ നമ്മൾ എത്ര ചെറുതായാലും അതിന് ഒരു വിഷമം വിചാരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ജീവിതത്തെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നത്.